ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ദിസ് ഈസ് ഇഷാൻ. അപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ പുതിയ വീടിൻ്റെ പ്രോഗ്രസ് ആണ്. ഹലോ ഗൈസ്, ഞാൻ ഇവിടെ പുതിയ ടേബിൾ വെച്ച് ഞാൻ ക്യാൻഡിൽ കിച്ചണിൽ വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കാട്ടേണ്ടി വരും, ഇതൊക്കെ പൂട്ടണം, അതിനൊക്കെ പാടാണ് ഗൈസ്. അപ്പോൾ ഇനി ഇവിടെ ക്യാൻഡിൽ വെക്കാൻ നമുക്ക് 4 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം വെക്കുക. എന്നിട്ട് അതിന് ഈ തീ കൊടുക്കുക. എന്നിട്ട് ഞാൻ കുക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് കയറി കുക്കിങ്ങിൽ എന്തൊക്കെയാണുള്ളതൊക്കെ നോക്കി. അപ്പോൾ ഞാൻ എടുത്ത മീറ്റൊക്കെ ഫ്രൈ ആയി. ഇപ്പം ഞാൻ ചെയ്യണത് എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളാണ്. അത് വെച്ചാൽ എൻ്റെ റൂമിലേക്ക് ഇപ്പോൾ ഇതൊക്കെ പോക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒന്ന് മീറ്റ് കഴിക്കട്ടെ. അയ്യോ, എന്താ ടേസ്റ്റ് മീറ്റിന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ റൂമിൽ എത്തി കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് എൻ്റെ റൂം. ഈ സ്റ്റെപ്പ് കയറണം. ഈ സ്റ്റെപ്പ് കയറിയിട്ട് അതാ ഈ വാല് തുറന്നതിന് എൻ്റെ റൂമെത്തി. ഇവിടെ ഞാൻ ഗ്ലാസ് വെക്കാൻ പോണേ. ജസ്റ്റ് മിസ്, ഇപ്പോൾ പൊട്ടി തെറിക്കുന്ന സാധനം. ഗൈസ്, ഞാൻ സാധാ ഗ്ലാസ് തന്നെയാണ് ഇവിടെ വെക്കണേ. അപ്പോൾ ഗൈസ്, നോക്കട്ടെ. ഇനി എനിക്ക് ഉറങ്ങാണ്ട്, അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഉറക്കത്തിലൊക്കെ ചിലപ്പോൾ വീണു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വീണാവില്ല. ഇപ്പോൾ എനിക്ക് വീണു പോകാനുള്ള പേടിയൊന്നുമില്ല. ഞാൻ പക്ഷേ തൊമ്പത്തെ കട്ടിലൊക്കെ എടുക്കണേ. ഓക്കെ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ രാത്രി പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പോൾ ഗൈസ്, അതാണ് ഇവിടെയൊക്കെ നോക്കണേ. ഇവിടെയൊക്കെ നല്ലതും പച്ചയുണ്ടാവില്ല, സോംബീസും കയറുന്നുണ്ട് അറിയില്ല. എപ്പോൾ നോക്കിയാലും ഇവിടെ സോംബീസ് കയറലുണ്ട്. ഗൈസ്, ഈന സാധനത്തിനൊന്നും ഇവിടെ ഊരിക്കട്ടെ. ഇതെങ്ങോട്ടാ പിന്നും പോയേ? ഞാൻ കാണില്ലല്ലോ. അതിവിടെ എത്തിയില്ലേ? നമുക്ക് ഒന്നുകൂടി ആ ചെയറിനെ എടുത്ത് അവിടെ വെക്കാം. ഗൈസ്, പറക്കാൻ നോക്കണം. ഈ പറക്കാൻ കഴിയോ? പറക്കാനൊന്നും കഴിയില്ല. അതൊക്കെ ചാടി പോവാ. തന്നെ അളവൊക്കെ നോക്കണം. ഇങ്ങനെ അളവ് നോക്കണം. പക്ഷെ പൊട്ടിക്കാൻ പറ്റില്ല ഒന്നും. ഗൈസ്, ഞാൻ അതിനൊക്കെ എടുത്ത് നോക്കട്ടെ. ഇനി നേരെ രാവിലായത് ഈ ഒരു ബാൽക്കണിയിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ ബാൽക്കണി എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ റൂമിലത്തെ ബാൽക്കണിൻ്റെ ഫേവറേറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ കിച്ചൺ എത്തി. ഇപ്പോൾ എനിക്ക് ഒരു ഷെൽഫൊക്കെ വെക്കാനുണ്ട്. അതിനെക്കൊണ്ട് ഞാൻ ഇവിടെ എവിടെയോ ഷെൽഫ് വെക്കേണ്ടത് എനിക്കറിയില്ല. എന്തിന് ഷെൽഫ് വെക്കണതിനെ കൊണ്ട് ഫസ്റ്റ് ആടിൻ്റെ കളറൊന്ന് മാറ്റണം. ഇപ്പുറത്ത് നിൽക്കുന്ന ആടിൻ്റെ കളർ പിങ്ക് വേണം. ഇനി നേരെ പോവാ പിങ്ക് കളറുള്ള. ഇതെന്താ ഇനി ആടിനെ തപ്പണം. അതാ നിൽക്കണി. ഈ സോംബി എവിടെ നിന്ന് വന്നേ? എന്താ കാണിച്ച്? എന്തായാലും നമുക്ക് ആ സാധനം ഒന്ന് ബട്ടൺ തൊട്ടോക്കാം. ആടിൻ്റെ മുഖം എവിടെ? ഹലോ, ബൈ ബൈ പിങ്ക് ആടേ. ഗൈസ്, എൻ്റെ ഈ വലിയൊരു സ്ഥലമാണിത് ഗൈസ്. അപ്പോൾ അതാ ഞാൻ ഇവിടെ ടോർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മേടിക്കാനൊന്നുമില്ല ഗൈസ്. ഞാൻ എന്തോ ഒരു സംഭവം മറന്നുപോയോ? ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയുള്ള പരിപാടി വെച്ച് കഴിഞ്ഞാൽ അറിയോ? എനിക്കറിയില്ല. ഓക്കെ, ഇനിയുള്ള പരിപാടി എന്തിനി? ബുക്ക് ഷെൽഫ്. ഇപ്പോഴാണ് എനിക്ക് കത്തിയത്. അതാ നിൽക്കുന്ന സംഭവം, ഷെൽഫിത്തെ സാധനം. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു സാധനത്തിനെ ഞാൻ എടുക്കാൻ വിചാരിച്ചതാ. പക്ഷെ അതിനെ എടുക്കാൻ കഴിയൂല പെട്ടെന്ന് തന്നെ. ഞാൻ മണി അടിക്കാത്തേ. വേഗം അടിച്ചു വിടട്ടോ. വിളിച്ചോളൂ. ഇതൊന്നും അടിക്കാത്തേ. ഇതിനെ ഒട്ടിക്കുക. അത് എന്താണ് ഇതൊന്നും അടിക്കാത്തേ? ഇതെന്താ ഇവിടെ നിന്ന് അടിക്കാത്തേ? എന്ത് കഷ്ടാണിത്. തട്ടിച്ചൊക്കെ
ഇതിപ്പോ അടിക്കില്ലല്ലോ, ഇതെങ്ങനെ ഇങ്ങനെ അടിക്കണേ? അപ്പോൾ ഗായ്സ്, ഇവണ്ണാണ് തുടങ്ങുന്നത്. ഈ ബെല്ലൊക്കെ അടിക്കില്ല. ഈ പെരുമാൾക്ക് വരാൻ പറ്റിയ സമയം. ഇനി ഇവിടെ നിൽക്കണം. ഇവിടെ ഒരു സാധനം വെക്കാം. അപ്പോൾ ഇതിനൊക്കെ പോക്കാം. ഇനി ഇതെടുക്കണം. നീ ഏതെടുക്കും? ഈ വെള്ളം എടുക്കുക. ഇത് തന്നെയാണുള്ള വീട്. എൻ്റെ വീട് പറഞ്ഞാൽ വലിയൊരു ബേസാ. അപ്പോൾ ഈ ബേസിന് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടറിയോ? കുറേ വെൽപ്പുണ്ട് ഈ സാധനത്തിന്. അതുകൊണ്ട് ഗായ്സ്, ഈ കട്ടൊക്കെ എന്താ കളിക്കണേ? ഇനി ഇവിടെ ബോറാവുണ്ടല്ലോ. ഇതിന് തമ്പത്തുള്ളതൊക്കെ ബോറാവുണ്ടല്ലോ. ഇതിനൊന്ന് പൊട്ടിച്ചാലട്ടെ. ഇതിനും പൊട്ടിക്കട്ടെ. ഇനി ഇവിടെ നിൽക്കാം. ഇനി മഴയത്ത് ഞാൻ നനയൂലല്ലോ. അതിനെക്കാണ്ട് ഭാഗ്യം. ഇനി വീട്ടിൻ്റെ ഉള്ളിൽ കയറട്ടെ, അല്ലെങ്കിൽ ആ സോംബീസ് വന്ന് പന്നിക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാനിനി ആ ബുക്ക് ഷെൽഫിന് വേണ്ടി എവിടെ വെക്കും നോക്കണേ. ടി വിൻ്റെ അടിയിൽ വേണ്ട. ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ അടിയിൽ ഇങ്ങനെ സ്ഥലം ഉണ്ടല്ലേ. എവിടെ പോയി ഇതിൻ്റെ സാധനം? ഇതിനെ കിട്ടി. ഇനി മറ്റേ ബുക്കിനെ കാണണമല്ലോ. ആ ബുക്കിനെ ഞാൻ നേരത്തെ എവിടെയോ കണ്ടപ്പോൾ പരിചയമുണ്ട്. അത് ടി വിയിലും യൂട്യൂബിലൊക്കെയാണ്. ഇനി ഇതിനെ തപ്പണമല്ലോ. ഇനി ഇത് എവിടെ പോയി കിടക്കേക്കും? ഇത് ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഇവിടെ പിന്നെ എന്താ സാധനങ്ങളല്ലേ? ബെഡ്റൂമിൽ ഇല്ലല്ലോ. ഇതെന്താ വെച്ചാണ്? ഈ സാധനമൊന്നുമല്ല. ബെഡ്റൂമിൽ എവിടെ പോയി? ബെഡ്റൂമിൽ കാണുന്നില്ലല്ലോ ഇതിനൊന്നും. എവിടെ എവിടെ എവിടെ? ഇന്ന് അടുത്താൽ ഇത് നോക്കാം. ഇതിൽ എവിടെ പോയി? എവിടെ പോയി? ഇതിനൊന്നും കാണില്ലല്ലോ. ഇതിലും ഉണ്ടോ? ഇതിലും ഇല്ലല്ലോ. നീ സെർച്ചിങ്ങിൽ പോയി നോക്കണം. ഇതിലും ഇല്ല. ഇനി ലാസ്റ്റ് വരണ്ടല്ലോ സെർച്ചിങ്. അപ്പോൾ നമുക്ക് സെർച്ചിങ്ങിലേക്ക് പോകണം. ഇതൊന്നും അല്ലല്ലോ. ഇനി സെർച്ചിങ് നേരെ വിട്ടോ. ബാക്കിലേക്കോ? ഓക്കെ, ഇനി നേരെ വിട്ടോ. ചട്ടിയിലാരി ഇനി മെല്ലെ 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 ബാക്കിലേക്ക് ആണോ? അല്ല, മുന്നിലേക്ക് പോവാ. ഇതൊന്നല്ലല്ലോ. ഇനി ഇതിനെക്കാട്ടും മുന്നിലേക്ക് എനിക്ക് പോവാം. ഇവിടെ ഒന്നും സാധനം ഇല്ലല്ലോ. ഇതിനൊന്നും കാണാനില്ലല്ലോ ഇവിടെ. ഈ സാധനത്തിന് ഇവിടെ എവിടെയും കാണാനില്ല. സാധനമാണോ? അതാണോ? അല്ലല്ലേ. ഇതൊന്നല്ല. ഇവിടെ ഒന്നല്ല. അതൊന്നല്ല. ആണോ? അല്ല. ഇനി ഇതിൻ്റെ ഇനി ബോട്ട് ഇത് അത് ഇനി നമുക്ക് എന്ത് പോയണം? നമുക്കിനി റേഡിയോ എടുക്കണം. ഇനി റേഡിയോ പെണ്ണ് എടുക്കണ്ട, വേറെ സ്ഥലത്ത് നടക്കണം. പക്ഷേ ഈ ബുക്കിൻ്റെ സാധനമൊക്കെ നോക്കണം. ഇനി ബുക്കിൻ്റെ സാധനം എവിടെ പോയി? എനിക്കൊന്നും മനസ്സിലാവില്ല. ഇതാണോ? ഇത് തന്നെ. ഇത് രണ്ടാട്ടിയാക്കാം. ഒന്നുകൂടി ആക്കട്ടെ. ഒന്നുകൂടിയും മറിപ്പില്ല. ഒന്നും കൂടിയും ഇങ്ങനെ ഒക്കെ. അടുത്തത് ഇങ്ങനെ. അതെങ്ങനെയില്ല, വരയാണ്ടൊന്ന് പോയതാട്ടോ ഗൈസ്. ഇനി തൊമ്പത്തല്ലേ. ഇതെന്തിനാ അതിൻ്റെ അളവെടുക്കണേ? ബുക്ക് അങ്ങനെ തുറന്നല്ലോ ഗൈസ്. അപ്പം ഞാൻ ഒരു ടോസ്റ്റിന് വരെ വെക്കാം. അവിടെ കാണാൻ ദൂരിൽ വെക്കണ്ട. ഞാൻ അങ്ങനെ കാണല, യൂട്യൂബിലൊക്കെ അങ്ങനെ കാണും. ഇനി എന്തേക്കും വെക്കുക? നമുക്ക് ഈ ഒരു സാധനത്തിനൊക്കെ ഇത് ബുക്കിലൊന്ന് നോക്കി വെക്കട്ടെ. ബുക്കിൽ എഴുതണല്ലോ, എനിക്ക് എഴുതാറില്ല. നോക്കട്ടെ. ഇനി എന്തൊക്കെ വേണം? എന്തൊക്കെ
കാണാൻ രസമൊക്കെ ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും ടി വി കാണാവാ. നീ ഇവിടുന്ന് എവിടെയെങ്കിലും ടി വി കാണാൻ പറ്റുമോ? ഹൈവ പാട്ട് കേൾക്കാന്ന് എനിക്കിഷ്ടമാണ്. ഓ ഇതും നിൽക്കട്ടെ, ഇത് ഞാൻ ലയിച്ച് ഇതന്നെ. സ്വിച്ച് അവിടെ പോയി? ഈ സ്വിച്ച് തന്നെ. ഇതിനും വെക്കണം, ഇതിനെ വെക്കണം, വാഷ് ബേസിന് വെക്കണം. ഇനി എന്തായിരിക്കും? ഇനി എന്ത് സാധനയ്ക്കും? ഇത് അപ്പോൾ ഗായ്സ് ഞാൻ അവിടെ റൂമിൽ ലൈറ്റ് വെച്ചതാണ്. ഇത് വർക്കാവുണ്ട്, ഓഫാക്കി ഓണാക്കിയാലൊക്കെ വർക്കാവുണ്ട്. ഇനി ഗായ്സ് നേരെ വർക്കാം. വർക്കിനൊക്കെ ചാടി. ഇനി നേരെ ഇതിൻ്റെ മുകളിലേക്ക് ചാടാം. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. നമുക്ക് പറഞ്ഞു. ഇനി താഴത്ത് ഒരു സാധനം ഈ സ്വിച്ചിൻ്റെ കൂടെ വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് വാഷ് ബേസ് വെക്കാം കിച്ചണിൽ. ഓക്കെ, അപ്പോൾ എവിടെ വെക്കും? ഈ ആപ്പിളിൽ അങ്ങോട്ട് പൊട്ടിക്കാം. ആപ്പിളും കിട്ടി, ഈ സാധനത്തിന് കിട്ടി. അപ്പോൾ രണ്ടെണ്ണം. അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണത്തിന് പോക്കട്ടെ. ഇനി ഇവിടെ വാഷ് ബേസിന് സാധനം വെക്കാം. ഇനി ഇത് വെക്കാം. എന്താ വെക്കാം? ഇത് നമുക്കത് കട്ടൻ അവിടെ വെക്കണം, എന്നാലേ അതൊന്ന് സ്വിച്ച് ആവുള്ളൂ അവിടെ. ഓക്കെ, ഇത് ഇപ്പോൾ ഒന്ന് റെഡി. ഇതെന്താ വെള്ളം ഒഴിച്ചിട്ട്? അയ്യോ വെള്ളം പോയി കൈ വീടൊക്കെ. നീ പറഞ്ഞിട്ട് കാര്യം ചെയ്യും. എൻ്റെ ഒരു ബ്ലോക്കല്ലേ ഉള്ളത്. ഇതൊക്കെ എന്താണിത്? വേഗം പോക്കെ. ഇതിനൊക്കെ ഇനി പോക്കാണ്ട് എനിക്ക്. അവിടെ എങ്ങനെ പോണി? ഞാൻ ഇവിടെയും പോട്ടെ. ഇനി ഈ സാധനത്തിന് അതെങ്ങനെ ഇതിനും പോക്കട്ടെ. ഇനി അയ്യോ വീണ്ടും പോയിപ്പോയി. രണ്ടെണ്ണം പൊട്ടിച്ചല്ല. ഇനി അതിനെ പോക്കാം. ഇനി ഇതെല്ലാം കൂടി മൂടിയിട്ട് ഇപ്പോൾ ശരിയായി. ഇപ്പോൾ ഇവിടെ ഒരു ഇതായി കൂടുതൽ വെള്ളം. ഇനി എന്താ എടുക്കണ്ടേ? എന്തോ സാധനം ഉണ്ടായിരുന്നല്ലോ. കാലി ബക്കച്ച്. ഈ കാലി ബക്കച്ച് വെച്ചിട്ട് ഒന്ന് ഈ വെള്ളം പോരാ. ഇനി ഇതിനൊക്കെ പൊളിച്ചോട്ടെ. ഇനി ഇതിനെ മൊത്തം പൊളിച്ചിട്ട് അയ്യോ കുഴങ്ങിനെ പൊളിച്ചോ. ഇനി ഒന്നുകൂടി ഇതിനെ വെച്ചിട്ട് ഒന്നുകൂടി വെള്ളം ഒഴിച്ച് വെക്കാം. എന്താ വെള്ളം ഒഴിച്ചിട്ട് അയ്യോ ഇതെങ്ങനെ ഇങ്ങനെയായിപ്പോയി? അയ്യോ ഒന്നുകൂടി ആയിപ്പോയി. അയ്യോ അത് ഒന്നും കൂടി കോരണം. ഇതെന്താ കോരിയിട്ട് ആവാത്തേ? എൻ്റെ ഈ സാധനം ഉണ്ടല്ലേ, 64 എണ്ണോ? അത്ര എണ്ണ വെച്ചിട്ട് ഇപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ചെയ്യുന്നുണ്ട്. ഇനി ഒന്നും ചെയ്യാറില്ല. എൻ്റെ താഴത്തേക്കൊന്ന് കുഴിക്കാം. ഇനി ചെയ്യേണ്ടത് വച്ച കഴിഞ്ഞാ ഇവിടെ വെച്ചിട്ടൊന്ന് ചെയ്തേക്കാം. അമ്പക്ക് ഇനി എന്ന് ചെയ്യും? ഇവിടെ ഈ ലേച്ചിനെ വെക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഇതിനെ വെക്കാം. ഇനി വെള്ളം ഒഴിക്കാം. വെള്ളം ആവാത്ത എന്താ? അയ്യോ എൻ്റെ വീട്
അപ്പോൾ ഗൈസ് ബൈ ബൈ, നാളെ വീഡിയോയിൽ കാണാം.